ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പത്തിലത്തോരൻ്റെ ഒരു റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ കർക്കിടകത്തിൽ എല്ലാവരും വെക്കുന്നതല്ലേ പത്തിലത്തോരനും ഏഴിലത്തോരനും ഇലക്കറികളുടെ എല്ലാതും ഇലക്കറിയൊക്കെ നമ്മൾ തോരൻ വയ്ക്കും. അപ്പോൾ അതൊന്ന് റെസിപ്പി നിങ്ങൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട്, പയറിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, കുറച്ച് മുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കയ്പ്പയാണിത്, കയ്പ്പയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇത് ചീരയുടെ കുറച്ച് ഇല, ഇത് സാമ്പാർ ചീരയുടെ ഇലയാണ്. പിന്നെ ഇത് ചേനയുടെ ഇല, ഇത് ചേമ്പിൻ്റെ കൂമ്പ് ഇലയാണ്, പിന്നെ കുമ്പളത്തിൻ്റെ ഇല, പിന്നെ ലാസ്റ്റ് കാണിക്കുന്നത് തുമ്പയാണ് കേട്ടോ. അത് കൊടിത്തുവ എന്നൊക്കെ പറയും. അത് കർക്കിടകത്തിൽ കറി വയ്ക്കുമ്പോൾ ചൊറിയില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ നല്ല പോലെ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 10 അല്ലി കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാനൊരു പാൻ അടപ്പത്തേക്ക് വെച്ചിരിക്കുന്നുണ്ട്. പാൻ ചൂടായി വെച്ചെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ ഒന്ന് പൊട്ടി വരണേ ഉള്ളൂ. പൊട്ടി ഒന്ന് വരണോട് കൂടിയിട്ട് ഞാനൊരു 3 ടീസ്പൂണ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് അരി ആയാലും കുഴപ്പമില്ല, റേഷൻ്റെ ആയാലും മട്ട അരി ആയാലും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ജയ അരിയാണ്, അപ്പോൾ ഞാനത് ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അരിയെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണോട് കൂടിയിട്ട് ഞാനിതിലേക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അരപ്പ് വെച്ചെങ്കിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ, നല്ല പോലെ ഫൈനായിട്ട് അരയ്ക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് ചതച്ചെടുക്കുക. നാളികേരവും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് ഒന്ന് ചതച്ച് വരിക. അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്ത് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ പച്ചമണമൊന്ന് പോകണ വരെ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, ഇലക്കറി ആകുമ്പോൾ പെട്ടെന്ന് പിടിക്കും. ലാസ്റ്റ് കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഇലകളെല്ലാം കൂടി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഞാനിതിലേക്ക് സ്വല്പം പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഇല കഴുകിയിട്ട് എടുക്കുമ്പോൾ ഇലയിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാനൊരു തുള്ളി വെള്ളം പോലും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എന്നിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറിയൊക്കെ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. എല്ലായിടത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് ഒന്ന് വെള്ളം വലിഞ്ഞ് കിട്ടണ വരെ ഒന്നും കൂടി നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം വളരെ സ്ലോവിൽ ഇട്ട് കൊടുക്കണം, അല്ലേച്ചെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം ഒന്നും കൂടി നമുക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ വലിഞ്ഞിട്ടുണ്ട് ഇലകളിലത്തെ. അപ്പോൾ നമ്മുടെ പത്തിലത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കർക്കിടകത്തിൽ എല്ലാവരും പത്തിലത്തോരനൊക്കെ വെക്കണതാണ്. അപ്പോൾ ഞാനതൊന്ന് കർക്കിടകം കഴിയാറായി, അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പത്തിലത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നമുക്ക് പാകത്തിനാണോ എന്ന് ഇപ്പോൾ നോക്കാം. കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിലത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പത്തിലത്തോരനിൽ ഒരു ഇല നമ്മൾ കർക്കിടകത്തിൽ എടുക്കില്ല. അത് ഏതിലയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇല തന്നെയാണ്, മുരിങ്ങയുടെ ഇലയാണ്. മുരിങ്ങയുടെ ഇല നമ്മൾ കർക്കിടകത്തിൽ നമ്മുടെ പറമ്പിലെ വിഷാംശമെല്ലാം മുരിങ്ങയുടെ ഇല വലിച്ചെടുക്കുമെന്നാണ് പറയുക. അത് കാരണമാണ് ഇത്ര ആ കർക്കിടകത്തിൽ മുരിങ്ങയുടെ ഇല ഉപയോഗിക്കാത്തത്. പിന്നെ ഞാനെടുത്ത ഇലകൾ മാത്രമേ എടുക്കാവൂ എന്നൊന്നുമില്ല. ഓരോ പ്രദേശത്തും ഓരോ ഇലകളാണ് എടുക്കുക. ഇപ്പം ഞാനിവിടെ ഈ 10 എണ്ണം എടുത്തു. പക്ഷേ ഇതിൽ വേറെ 2 എണ്ണം ആഡ് ചെയ്താൽ നല്ലതായിരുന്നു. ഒന്ന് തകരയുടെ ഇലയും ഒന്ന് തഴുതായ്മയുടെ ഇലയും. തഴുതായ്മയുടെ ഇലയൊക്കെ ആഡ് ചെയ്തെന്ന് വെച്ചാൽ കണ്ണിനൊക്കെ വളരെ നല്ല ഒരു ഔഷധ ചെടിയാണ്. പക്ഷേ ഈ തകരയും തഴുതായ്മയൊന്നും
പറമ്പിൽ ഞാൻ കുറേ നോക്കി, എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാട്ടോ എടുക്കാഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ പറമ്പിൽ ഏതൊക്കെ ഇലയാണ് കിട്ടണത് വെച്ചെങ്കിൽ അതൊരു 10 ഇലയായിട്ട് എടുത്ത് നിങ്ങൾക്ക് പത്തിലത്തോരൻ വെക്കാം കേട്ടോ. സിമ്പിളായിട്ട് വെക്കാവുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായി, വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്